ശിവഗിരി എച്ച് റേഡിയോ സദസനിത പനിത മഗ മഗരിസ സദസനിത പനിത മഗ മഗരിസ ശിവഗിരി എച്ച് റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനോന സിദ്ധു, അനഖാറാം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. ഗാന്ധിജി ഗുരുദേവൻ കൂടിക്കാഴ്ച, ശതാബ്ദി ഡൽഹിയിൽ. അംബേദ്കർ സാഹിത്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു. ബാഷർ രാജ്യം വിട്ടു, സിറിയ പിടിച്ച വിമതർ. റൈസിംഗ് സ്റ്റാർ പുരസ്കാരം സ്വാതിക്ക്. JC ഡാനിയൽ പുരസ്കാരം ഷാജി N കരുണിന്. അത് വേണ്ട, നിരക്ക് വർധനയ്ക്ക് പുറമെ സർചാർജും വേണമെന്ന് KCB അനുവദിക്കാതെ റെഗുലേറ്ററി കമ്മീഷൻ. ഗഗൻയാൻ സഞ്ചാരികൾക്ക് ഇനി സുരക്ഷിതമായി തിരിച്ചിറങ്ങാം. പാലക്കാട് തന്നെ ഒഴിവാക്കി ചാണ്ടി ഉമ്മൻ. റെയിൽവേ നിയമ ഭേദഗതി ബിൽ പാസാക്കി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. ഗാന്ധിജി ഗുരുദേവൻ കൂടിക്കാഴ്ച, ശതാബ്ദി ഡൽഹിയിൽ. ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുദേവനുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികാഘോഷങ്ങൾ അടുത്ത കൊല്ലം ഡൽഹിയിൽ വിപുലമായ സമ്മേളനത്തോടെ തുടങ്ങുമെന്ന് ശിവഗിരി ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. ഡൽഹിയിൽ സച്ചിദാനന്ദ ഫൗണ്ടേഷൻ 8ാമത് വാർഷികാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു സ്വാമി. 1925 മാർച്ച് 12-നാണ് ഗാന്ധിജി ശിവഗിരി ആശ്രമത്തിലെത്തിയത്. ഗാന്ധിജി ഗുരുദേവൻ കൂടിക്കാഴ്ച ആഘോഷിക്കാൻ 1 വർഷം നീളുന്ന പരിപാടികൾ സംഘടിപ്പിക്കും. ലോക സർവമത പാർലമെന്റ് പോലെ വിപുലമായ പരിപാടി ഡൽഹിയിൽ സംഘടിപ്പിക്കുമെന്നാണ് ആഗ്രഹം. ഇക്കാര്യം ശിവഗിരിയിലെ സന്യാസിമാരുമായി ചർച്ച ചെയ്തു. അംബേദ്കർ സാഹിത്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു. ഭാരതീയ ദലിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ അംബേദ്കർ സാഹിത്യശ്രീ ദേശീയ പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകനും തിരുവനന്തപുരം സ്വദേശിയുമായ സുകേഷ് R. പിള്ളയ്ക്ക് സമ്മാനിച്ചു. ഭാരതീയ ദലിത് സാഹിത്യ അക്കാദമിയുടെ 40ാം ദേശീയ സമ്മേളനത്തിൽ വച്ചായിരുന്നു പുരസ്കാരം ഏറ്റുവാങ്ങിയത്. പിന്നാക്ക സമുദായക്കാരുടെ സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. ബാഷർ രാജ്യം വിട്ടു, സിറിയ പിടിച്ച വിമതർ. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ പ്രസിഡന്റ് ബാഷർ അൽ അസദിനെ അട്ടിമറിച്ച് വിമതസേന ഭരണം പിടിച്ചു. അസദ് റഷ്യയിലേക്ക് പലായനം ചെയ്തെന്നും വിമാനം തകർന്ന് കൊല്ലപ്പെട്ടെന്നും റിപ്പോർട്ടുണ്ട്. അസദ് കുടുംബത്തിന്റെ 53 വർഷം നീണ്ട ഉരുക്കുമുഷ്ടിയുള്ള വാഴ്ചയ്ക്കും ബാദ് പാർട്ടിയുടെ ഏകാധിപത്യ ഭരണത്തിനുമാണ് അന്ത്യമായത്. ഇടക്കാല ഗവൺമെന്റിന് അധികാരം കൈമാറുമെന്ന് വിമതർ അറിയിച്ചു. വിമതരോട് സഹകരിക്കുന്ന പ്രധാനമന്ത്രി മുഹമ്മദ് കാസി അൽ ജലാലി തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച് വിമത കമാൻഡർ അബു മുഹമ്മദ് അൽ ഗോലാനിയുമായി ബന്ധപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റൈസിംഗ് സ്റ്റാർ പുരസ്കാരം സ്വാതിക്ക്. മുംബൈയിൽ നടന്ന അന്താരാഷ്ട്ര ആനിമേഷൻ ഫിലിം ഫെസ്റ്റിവലിൽ റൈസിംഗ് സ്റ്റാർ സ്റ്റുഡൻസ് പുരസ്കാരം മലയാളിയായ സ്വാതി പുഷ്പലോചന് ലഭിച്ചു. 9 മിനിറ്റ് ദൈർഘ്യമുള്ള തമിഴ് ആനിമേഷൻ ചിത്രം അൻപിനാണ് പുരസ്കാരം ലഭിച്ചത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ നിന്നും ഡിസൈനിങ്ങിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനിയാണ് സ്വാതി. ആഴത്തിലുള്ള അധ്യയനത്തിലൂടെ മനുഷ്യവികാരങ്ങളുടെ സങ്കീർണതകളാണ് അൻപിലൂടെ സ്വാതി കാഴ്ചക്കാർക്ക് മുന്നിലെത്തിച്ചത്. ആനിമേഷൻ രംഗത്തെ ഏറ്റവും മികച്ച വേദികളിലൊന്നാണ് ആനിമേറ്റേഴ്സ് ഗിൽഡ് അന്താരാഷ്ട്ര ആനിമേഷൻ ചലച്ചിത്രോത്സവം. ചലച്ചിത്രോത്സവത്തിന്റെ 3ാം ലക്കമാണ് മുംബൈയിൽ നടന്നത്. JC ഡാനിയൽ പുരസ്കാരം ഷാജി N കരുണിന്. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 JC ഡാനിയൽ പുരസ്കാരത്തിന് സംവിധായകൻ ഷാജി N കരുൺ അർഹനായി. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമാണ്. 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്ന JC ഡാനിയൽ അവാർഡ്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ സംവിധായകനാണ് ഷാജി N കരുൺ. G. അരവിന്ദന്റെ ക്യാമറാമാൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജം പകർന്നുവെന്ന് ജൂറി അഭിപ്രായപ്പെട്ടു. അത് വേണ്ട, നിരക്ക് വർധനയ്ക്ക് പുറമെ സർചാർജും വേണമെന്ന് KCB അനുവദിക്കാതെ റെഗുലേറ്ററി കമ്മീഷൻ. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനു പുറമെ ജനുവരി മുതൽ 17 പൈസ സർചാർജ് കൂടി പിരിക്കാനുള്ള
KCB നീക്കത്തിന് തടയിട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. സർചാർജായി വലിയ തുക പിരിക്കാൻ കഴിയില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വ്യക്തമാക്കി. ഏപ്രിൽ മുതൽ ജൂലൈ വരെ വൈദ്യുതി വാങ്ങിയതിൽ 37.10 കോടിയുടെ അധിക ബാധ്യത ഉണ്ടെന്ന് ഹിയറിംഗിൽ KCB അറിയിച്ചു. ഈ ബാധ്യത വകയിരുത്താൻ യൂണിറ്റിന് 17 പൈസ സർചാർജ് ഈടാക്കാൻ അനുവദിക്കണമെന്നും KCB ആവശ്യപ്പെട്ടു. എന്നാൽ 3 മാസത്തെ കണക്ക് കാണിച്ച് പുതിയ അപേക്ഷ സമർപ്പിക്കാൻ KCBക്ക് നിർദ്ദേശം നൽകി. പൊതുവേദികളിൽ ചർച്ച ഒഴിവാക്കാൻ അതാണ് നല്ലതെന്നും കമ്മീഷൻ വ്യക്തമാക്കി. നിലവിൽ മുൻബാധ്യത തീർക്കാൻ 19 പൈസയാണ് ഉപയോക്താക്കൾ സർചാർജ് നൽകുന്നത്. ഇത് ഡിസംബറിൽ അവസാനിക്കും. ആ സാഹചര്യത്തിലാണ് ജനുവരി മുതൽ 17 പൈസ സർചാർജ് ഈടാക്കാൻ KCB അനുമതി തേടിയത്. ഇപ്പോൾ കമ്മീഷൻ അത് അനുവദിച്ചില്ലെങ്കിലും 3 മാസത്തെ കണക്ക് നൽകി കഴിയുമ്പോൾ വീണ്ടും സർചാർജ് ഭാരം ഉപഭോക്താക്കൾക്കു മേൽ ചുമത്തപ്പെടും എന്നാണ് സൂചന. ഗഗൻയാൻ സഞ്ചാരികൾക്ക് ഇനി സുരക്ഷിതമായി തിരിച്ചിറങ്ങാം. ഇന്ത്യയുടെ ബഹിരാകാശ സ്വപ്നമായ ഗഗൻയാൻ ദൗത്യത്തിന്റെ നിർണായക നേട്ടം. ഗഗൻയാൻ സഞ്ചാരികളെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്ന വെൽഡെക് പരീക്ഷണം വിജയിച്ചതായി ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അറിയിച്ചു. നാവികസേനയുമായി ചേർന്ന് വിശാഖപട്ടണം തീരത്തായിരുന്നു പരീക്ഷണം. ദൗത്യം പൂർത്തിയാകുമ്പോൾ യാത്രികരെ തിരികെ ഭൂമിയിലെത്തിക്കാൻ ഉപയോഗിക്കുന്ന ക്രൂ മോഡ്യൂൾ സമുദ്രത്തിൽ പതിക്കും. ഈ ക്രൂ മോഡ്യൂളിനെ കിഴക്കൻ നേവൽ കമാൻഡിന്റെ വെൽഡെക് ഷിപ്പ് ഉപയോഗിച്ച് വീണ്ടെടുക്കുന്നതിന്റെ പരീക്ഷണമാണ് പൂർത്തീകരിച്ചത്. പാലക്കാട് തന്നെ ഒഴിവാക്കി ചാണ്ടി ഉമ്മൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലെ അതിർത്തി പരസ്യമാക്കിയ ചാണ്ടി ഉമ്മൻ എല്ലാവർക്കും ചുമതലകൾ നൽകി തനിക്ക് ചുമതല തന്നില്ലെന്നാണ് ചാണ്ടി ഉമ്മന്റെ വിമർശനം. അന്ന് പറയേണ്ടെന്ന് കരുതിയതാണ്. ഇപ്പോഴും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പ്രചാരണത്തിനായി ഒരു ദിവസം മാത്രമാണ് പാലക്കാട് പോയത്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തി നേതൃത്വം മുന്നോട്ട് പോകണം അദ്ദേഹം പറഞ്ഞു. സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറണമെന്ന അഭിപ്രായമില്ല. അത് ചർച്ച ചെയ്യാൻ പോലും പാടില്ല. എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുപോകണം. പാർട്ടി പുനഃസംഘടനത്തിൽ യുവാക്കൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നും ചാണ്ടി ഉമ്മൻ ആവശ്യപ്പെട്ടു. റെയിൽവേ നിയമ ഭേദഗതി ബിൽ പാസാക്കി. റെയിൽവേ ബോർഡിന് നിയമസാധുത, കൂടുതൽ അധികാരം. എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ പ്രവർത്തിക്കുന്ന റെയിൽവേ ബോർഡിന് നിയമസാധുതയും കൂടുതൽ അധികാരങ്ങളും ഉറപ്പാക്കുന്ന റെയിൽവേ നിയമ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. നിയമമാകുന്നതോടെ റെയിൽവേ ബോർഡ് അംഗങ്ങളുടെ എണ്ണം, സേവന നിബന്ധനകൾ, യോഗ്യത, അനുഭവം എന്നിവയിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ അധികാരം ലഭിക്കും. നിലവിൽ എക്സിക്യൂട്ടീവ് ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ബോർഡ് പ്രവർത്തിക്കുന്നത്. പ്രവർത്തന സ്വാതന്ത്ര്യം വർദ്ധിപ്പിക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. ഗാന്ധിജി ഗുരുദേവൻ കൂടിക്കാഴ്ച, ശതാബ്ദി ഡൽഹിയിൽ. അംബേദ്കർ സാഹിത്യശ്രീ പുരസ്കാരം സമ്മാനിച്ചു. ബാഷർ രാജ്യം വിട്ടു, സിറിയ പിടിച്ച വിമതർ. റൈസിംഗ് സ്റ്റാർ പുരസ്കാരം സ്വാതിക്ക്. JC ഡാനിയൽ പുരസ്കാരം ഷാജി N കരുണിന്. അത് വേണ്ട, നിരക്ക് വർധനയ്ക്ക് പുറമെ സർചാർജും വേണമെന്ന് KCB അനുവദിക്കാതെ റെഗുലേറ്ററി കമ്മീഷൻ. ഗഗൻയാൻ സഞ്ചാരികൾക്ക് ഇനി സുരക്ഷിതമായി തിരിച്ചിറങ്ങാം. പാലക്കാട് തന്നെ ഒഴിവാക്കി ചാണ്ടി ഉമ്മൻ. റെയിൽവേ നിയമ ഭേദഗതി ബിൽ പാസാക്കി. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 7ാം ക്ലാസ് D ഡിവിഷനിലെ ഷിഫ മിർസ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ഗാന്ധിജി ഗുരുദേവനുമായി കൂടിക്കാഴ്ച നടത്താൻ ശിവഗിരിയിൽ എത്തിയതെന്ന്. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ശിവഗിരി HS റേഡിയോ കവിതാ പങ്കിൽ ശ്രീനാരായണ ഗുരുദേവന്റെ അനുകമ്പ ദശകം ആലപിക്കുന്നത് രൂപശ്രീ. ഒരു പീഡയേറുമ്പിനും പരുത്ത
വരുത്തരുത് എന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും അരുളാൽ വരുമിൻപം അൻപകർന്ന് ഒരു നെഞ്ചാൾ വരും അല്ലലൊക്കെയും ഇരുളൻപിനെ മാറ്റുമല്ലലിൻ കരുവാകും ഗുരുവാമി ദേവിനും അരുളൻപനുകമ്പ മൂന്നിനും പൊരുളൊന്നാണിതു ജീവതാരകം അരുളുള്ളവനാണു ജീവി എന്നൊരു വിട്ടേടുകൈ നവാക്ഷരീ അരുളല്ലയതെങ്കിൽ അസ്ഥി തോൽസിന നാടുന്നൊരുടമ്പു താനവൻ മരുവിൽ പ്രവഹിക്കുമമ്പു അപ്പുരുഷൻ നിഷ്ഫല ഗന്ധ പുഷ്പമാൻ വരുമാറുവിധം വികാരവും വരുമാറില്ലറിവിന്നു നേർ ഉരുവാമുടൽ വിട്ടു കീർത്തിയാം മുരുവാർ നിങ്ങനുകമ്പ നിന്നിടും പരമാർത്ഥമുരച്ചു ദേവിടും പൊരുളോ ഭൂതയാക്ഷഭാതിയോ സരളാദ്വയ ഭാഷകാരനം ഗുരുവോയി അനുകമ്പയാണ്ടവൻ പുരുഷാകൃതി പൂണ്ഡ ദൈവമോ നരദിവ്യാകൃതി പൂണ്ഡ ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നാഭി മുത്തുരത്നമോ ജ്വരമാറ്റി വിഭൂതി കൊണ്ട് മുന്നരിതാം വേലകൾ ചെയ്ത മൂർത്തിയോ അരുളാതെ വലഞ്ഞു പാടിയൗ ധരമാം നോവു കെടുത്ത സിദ്ധനോ ഹരനെന്നെഴുതി പ്രശസ്തമാം മറയൊന്നോദിയ മാമുനീന്ദ്രനോ മര്യാദുടലോടു പോയുരാ പരമേശന്റെ പരാധ്യ ഭക്തനോ നരരൂപമെടുത്തു ഭൂമിയിൽ പെരുമാറിടിന കാമധേനുവും പരമാത്ഭുതദാന ദേവതാം തരുപോയി അനുകമ്പയാണ്ടവൻ. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.